മാസമായി ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി ഞാൻ വന്നിട്ടുണ്ട്. എന്റെ വിശ്വാസങ്ങൾക്ക് മറ്റെവിടെ കിട്ടിയതിനേക്കാൾ വലിയ അംഗീകാരം എനിക്ക് തന്നത് RSS ആണെന്ന് ഞാൻ പറയും. എന്റെ വിശ്വാസങ്ങൾ മാറ്റിവെക്കാൻ എന്നോട് എന്റെ പാർട്ടിയോ സംഘമോ സംഘപരിവാർ സംഘടനകളോ ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടിട്ടില്ല. ഞാനെന്ന അംഗീകാരം ഏറ്റവും കൂടുതൽ നൽകിയത് എന്റെ പേര് ഒരുപക്ഷെ രാമകൃഷ്ണനോ അല്ലെങ്കിൽ മറ്റൊരു പേര് നാമധാരിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ വേദിയിൽ ഇപ്പൊ പ്രസംഗിക്കുന്നില്ല. എനിക്കറിയാം, ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ തന്നെ എനിക്ക് അംഗീകാരം നൽകിക്കൊണ്ടാണ് ഹിന്ദു ഐക്യവേദി എന്നെ ഇവിടെ വിളിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുവാൻ, എല്ലാ മതങ്ങൾക്കും ബഹുമാനം കൊടുക്കുക. അതേ ഇരിക്കുന്നു, നല്ല ഒരു ഒന്നാന്തര മുസ്ലിമാണ്, അതേ ഇച്ചിരി നിരീശ്വരവാദിയാണ്, പക്ഷേ അത് ഇസ്ലാമാണ്. ഞാൻ പറഞ്ഞത്, ബഹുമാനം നമ്മൾ കൊടുക്കുന്ന ഈ സംസ്കാരത്തെ ഇങ്ങനെ ബഹുമാനിക്കുന്നവരാണ് നമ്മൾ എന്നുള്ള പ്രചരണം ഇസ്ലാമിലേക്കും പോകണം. എല്ലാ സമുദായങ്ങളെയും വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്നവരാണ് നമ്മൾ. ആരെങ്കിലും ഖുർആനെ കുറ്റം പറയാറുണ്ടോ? നമ്മൾ ആരെങ്കിലും മുഹമ്മദ് നബിയെ ചീത്ത വിളിക്കാറുണ്ടോ? ഒരിടത്തും പറയാറില്ല. പക്ഷെ അവർ ചിന്തിക്കുന്ന അങ്ങനെയല്ല. ഇവിടുന്ന് താഴെ കൂടെ നടന്നു പോകുന്ന ഹിന്ദു ഐക്യവേദിയുടെ ഒരു സമ്മേളനം ഇവിടെ നടക്കുന്നു എന്ന് കണ്ടപ്പോൾ അവന്റെ മനസ്സിലൂടെ പോകുന്ന എന്താണെന്നറിയോ? നമ്മളെ കൊല്ലാനുള്ള എന്തോ പരിപാടി പ്ലാൻ ചെയ്യാൻ നമ്മൾ. അല്ല, സത്യമായിരിക്കും. ഇപ്പൊ താഴെ കൂടെ നമ്മുടെ ഒരു ബോർഡ് താഴെ കണ്ടിട്ട് പോവാണ്. ഇതിലെ നടന്നു പോകുന്ന ഒരു മുസ്ലിം സഹോദരൻ, ഒരു ഇസ്ലാം സഹോദരന്റെ മനസ്സിലേക്ക് വരുന്നു, എന്തോ നമുക്കിട്ടെതിരെയുള്ള ഗൂഢാലോചന അവിടെ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഈ രാജ്യത്തെ കുറിച്ച് സംസാരിക്കുന്നു, നമ്മൾ സ്നേഹത്തെ കുറിച്ച് സംസാരിക്കുന്നു, മതസൗഹാർദ്ദത്തെ കുറിച്ച് സംസാരിക്കുന്നു. നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് എന്തെന്ന് അവർ അറിയണം. ഇനി അങ്ങോട്ട് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെക്കുറിച്ച്, ഈ രാജ്യത്ത് ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് അവർ മനസ്സിലാക്കണം. അതിന് ഇനി പ്രചരണങ്ങൾ ആവശ്യം.